മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടെ അഭിവാദ്യവുമായി മലപ്പുറത്ത് ഫ്ലെക്സ് ബോർഡ്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡാണ് സ്ഥാപിച്ചത്. കാലടി പഞ്ചായത്തിലെ പാറപ്പുറത്താണ് ഇന്നലെ രാത്രി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച തുടരുന്നതിനിടെയാണ് ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പി.വി. അൻവറിന് ആശംസകൾ നേർന്നുകൊണ്ടുള്ള ഫ്ലെക്സ് ബേപ്പൂരിലും ഉയർന്നിരുന്നു. അധ്യാപകരെ നഷ്ടമായ പാങ് സ്കൂളിൽ പുതിയ അധ്യാപകരെത്തി. വാൽപ്പാറ അപകടത്തിൽ അധ്യാപകരെ നഷ്ടമായ പാങ് സ്കൂളിൽ പുതിയ അധ്യാപകരെത്തി. കെ രാഖി, വി.പി. ഫസീൽ, പി. ഷമീന, അബ്ദുൾ മജീദ് കൊട്ടാക്കാരൻ എന്നിവരാണ് പുതിയതായി എത്തിയ അധ്യാപകർ. പാങ് ഗവൺമെന്റ് യു.പി. സ്കൂളിലെ പ്രഥമാധ്യാപകൻ കെ അഹമ്മദ് കുട്ടിക്ക് GLP സ്കൂളിന്റെ അധിക ചുമതല നൽകി. രക്ഷിതാക്കളും നാട്ടുകാരും അടങ്ങുന്ന സംഘം സ്കൂളിൽ ഒത്തുചേർന്ന പുതിയ അധ്യാപകർക്ക് സ്വീകരണം നൽകി. ബുധനാഴ്ച മരിച്ച ഡ്രൈവർ നൌഷാദിനായി മൗന പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് യോഗം തുടങ്ങിയത്. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. പാമ്പിനെ പാന്റിന്റെ പോക്കറ്റിലിട്ട് അങ്ങാടിയിലൂടെ നടന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്ക് കടിയേറ്റു. ഇന്നലെയാണ് സംഭവം ഉണ്ടായത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പാമ്പിനെ പിടിച്ച് പോക്കറ്റിലിട്ട് യുവാവ് അങ്ങാടിയിലൂടെ നീങ്ങുന്നത് കാണാം. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഈ സാഹസികത നടത്തിയത്. പാമ്പിനെ പിടിക്കാൻ ഇയാൾ പോക്കറ്റിൽ കൈയിടുന്നുണ്ട്. തുടർന്നാണ് കടിയേറ്റത്. ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നില ഗുരുതരമല്ലെന്നാണ് വിവരം. മുണ്ടത്തിക്കോട് ദുരന്തഭൂമിയിൽ നിന്ന് വീണ്ടും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. കൈയുടെ ഭാഗങ്ങളാണ് ലഭിച്ചത്. വെടിക്കെട്ടുപുരയിൽ നിന്ന് 1 കിലോമീറ്റർ അകലിൽ നിന്നാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. തെരുവ് നായ്ക്കൾ കൊണ്ടിട്ടതാകാമെന്നാണ് സംശയിക്കുന്നത്. മുണ്ടത്തിക്കോട്ടെ പാടശേഖരങ്ങളിൽ 2 നിന്ന് കൂടി ചെറിയ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ദുരന്തഭൂമിയിൽ തെരച്ചിൽ തുടരുകയാണ്. കെടാവർ നായ്ക്കളുടെ സഹായത്തോടെയാണ് പരിശോധന നടത്തുന്നത്. 10 പേരടങ്ങുന്ന സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ സമീപത്തെ വീടുകൾ പരിസരങ്ങളിലും പരിശോധിക്കും. നാട്ടുകാരുടെ സഹായത്തോടെയാകും പരിശോധന. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ സഹോദരങ്ങളുടെ വീടിന്റെ തറയുടെ ഒരു ഭാഗം പൊളിച്ചു പരിശോധന. വീടിന്റെ പല ഭാഗങ്ങളിലായി തുടർച്ചയായി പാമ്പിനെ കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് പൊളിച്ചു പരിശോധന. പാമ്പ് പിടുത്തക്കാരും സ്ഥലത്തെത്തി. ബാത്റൂമിന്റെ പൈപ്പിനകത്ത് കൂടെ പാമ്പ് കടക്കുന്നുവെന്നാണ് സംശയം. ബാത്റൂമിന് സമീപത്തെ തറയുടെ ഒരു ഭാഗം പൊളിച്ചു നീക്കി പരിശോധിക്കാനാണ് തീരുമാനം. ഇന്നലെയും വീട്ടിൽ നിന്ന് പാമ്പിനെ പിടികൂടിയിരുന്നു. വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് വീണ്ടും പാമ്പിനെ കണ്ടെത്തിയത്. ഇതോടെ കോടാലിയിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ പാമ്പുകളുടെ എണ്ണം 5 ആയി.